ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ഗംഭീരമായ കളക്ഷനും ഓണത്തിന് നല്ല മാക്സിമം ഡിസ്കൗണ്ടിലൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പോസ്റ്റ് ലിങ്കിലാണ് നമുക്കിവിടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അത് നമുക്ക് പ്രീമിയം വെഹിക്കിൾസ്, അതേപോലെ തന്നെ നമുക്ക് സാധാരണക്കാർ നമുക്ക് അഫോർഡബിളായ പ്രൈസിലുള്ള ഒത്തിരി വാഹനങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തോന്നുന്നു എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഷോറൂമാണത്. സോ നമുക്ക് പ്രീമിയം വെഹിക്കിൾസ് മാക്സിമം വിലക്കുറവിൽ നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ള ഏറ്റവും വലിയ അട്രാക്ഷന്. ഇന്ന് നമുക്ക് ക്രിസ്റ്റ വരുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഡസ്റ്റർ, സ്കോർപിയോ, അതേപോലെ തന്നെ ഓഡിയുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്, സഫാരി വരുന്നുണ്ട്, ഓൾട്ടിസ് വരുന്നുണ്ട്, ഇത് നമുക്കൊരു പെജീറോ, അങ്ങനെ ഒത്തിരി പ്രീമിയം ലെവലിലുള്ള എല്ലാ വാഹനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. നമുക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പോസ്റ്റ് ലിങ്കിലാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പ്രത്താണ്. അത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ ഏകദേശം അത്താണിക്കലാണ് നമുക്ക് ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ ഓഡിയോ നമുക്ക് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു പക്ക ക്യൂട്ടായിട്ടുള്ളൊരു പ്രീമിയം വെഹിക്കിളാണ് പരിചയപ്പെടുന്നത്. മിനി കൂപ്പർ 5 ഡോർ. അത് നമുക്ക് 2014 മാനുഫാക്ചറിങ്ങും 16 രജിസ്ട്രേഷനും കോഴിക്കോട് രജിസ്ട്രേഷനിൽ നമുക്ക് പക്ക ഫാൻസി നമ്പർ അടക്കം വരുന്ന മിനി കൂപ്പർ 5 ഡോർ ഡി ഓപ്ഷനിൽ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഒരു കിഡ്ലം വാഹനം. സോ നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സിംഗിൾ ഓൺഷിപ്പിൽ വെറും 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം. ഇതിലൊക്കെ നോക്കി നിങ്ങൾ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പിൽ ഫുൾ ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിന് നമ്മളൊരു ബെസ്റ്റ് പ്രൈസാണ് ചോദിക്കുന്നത്. വെറും 24 lakhs 24 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ലോണും അവൈലബിൾ ആണ്. നമ്മളൊരു കിഡ്ലം ബെൻസാണ്. അത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. ഈ ക്ലാസ്സാണ് വരുന്നത്. 2013 മാനുഫാക്ചറിങ്ങും 14 രജിസ്ട്രേഷനും വരുന്ന ഒരു അടിപൊളി വാഹനം. ഇന്ത്യയിലൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഒരു അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം. വെറും 90,000 കിലോമീറ്റർ, ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പക്ക ന്യൂ ഷേപ്പിലേക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഈ ഒരു അടിപൊളി വാഹനം ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് സ്വന്തമാക്കാം. സെക്കൻഡ് ഓൺഷിപ്പാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഒരു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 13,90,000. അത് ഫൈനൽ റേറ്റ് ആണ്. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണും അവൈലബിൾ ആണ്. ടാറ്റ ഹാരിയർ. അത് നമുക്ക് മാക്സിമം നമുക്ക് ഫുൾ ലോൺ തന്നെ അവൈലബിൾ ആയിട്ടുള്ള 2020 സിംഗിൾ ഓൺഷിപ്പിൽ വെറും 69,000 കിലോമീറ്റർ ഓടിയുള്ള ഒരു കിഡ്ലം വാഹനം. ടയേഴ്സ് 4 ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഏറ്റവും ഹൈ എൻഡ് വേരിയൻറ്റ്. നമുക്ക് പനോരമിക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആണ്. സോ നമുക്ക് പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. 2020 സിംഗിൾ ഓൺഷിപ്പാണ് വരുന്നത്. മാനുവലാണ്, ഡീസലാണ് വരുന്നത്. 12 ലക്ഷം രൂപയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്. ഇപ്പോൾ ട്രാക്ക് കാര്യങ്ങളുള്ള ആളെ സംബന്ധിച്ച് നമുക്ക് മാക്സിമം ലോണും അവൈലബിൾ ആണ്. ബെൻസീറ്റാണ് വന്നിട്ടുള്ളത്. സി ക്ലാസ് 220. സോ നമുക്ക് പക്ക പ്രീമിയം ലെവലിൽ നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലം വാഹനം. സി ക്ലാസ് 220 ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വാഹനമാണ്. 2017 മാനുഫാക്ചറിങ്ങും 18 രജിസ്ട്രേഷനും വരുന്ന ഈ ഒരു വാഹനം 69,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇന്റീരിയറും എക്സ്റ്റീരിയറൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അപ് ടു 95% തന്നെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ക ഒറിജിനൽ പ്രൈവറ്റിൽ കർണാടകയിൽ നമുക്ക് പക്ക പ്രൈവറ്റിൽ നിന്നിട്ടുള്ള നല്ല ഒരു ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വാഹനത്തിന് ഒരു ഓഫർ പ്രൈസാണ് ചോദിക്കുന്നത്. 19,90,000 രൂപ. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ആ ഒരു അഡ്രസ്സ് നമുക്ക് ലോണും അവൈലബിൾ ആണ്. ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ക്രിസ്റ്റയായിട്ടാണ് വന്നിട്ടുള്ളത്. 2021 മോഡല്. അത് നമുക്ക് 2021 സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് അത്യാവശ്യം നല്ല എക്സ്റ്റീരിയർ ഇന്റീരിയർ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. കിലോമീറ്റർ ഓടിയിട്ടുള്ള 1,30,000 കിലോമീറ്റർ ആണ്. മേജറായ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ 2021 G4 പ്ലസിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് നമ്മളൊരു ബെസ്റ്റ് പ്രൈസാണ് ചോദിക്കുന്നത്. NOCയിൽ 15,20,000 രൂപ. ഒരു സ്കോർപിയോ ലവേഴ്സിനൊക്കെ വേണ്ടി ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു കിഡ്ലം വാഹനമായിട്ട് വന്നിട്ടുള്ളത്. കേരളത്തിൽ ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന ഈ ഒരു വാഹനം 2016 മോഡലാണ്. അത് നമുക്ക് ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആയിട്ട് ഈ വാഹനം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടിയാണ്. S10 ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. അത് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിനുള്ള ബെസ്റ്റ് പ്രൈസാണ് നമ്മൾ ചോദിക്കുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടൊരു വാഹനം. ഇന്ത്യയിലൊക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി അലോയ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഒരു ബെസ്റ്റ് പ്രൈസാണ്. 7,90,000 രൂപ. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളുടെ ആളെ സംബന്ധിച്ച് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം ഇറക്കുകയും ചെയ്യാം. നമ്മളൊരു ഓഡി Q3 ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിഡ്ലം വാഹനമാണ്, ന്യൂ ഷേപ്പ് ആണ്. 2016 ആണ് ഈ ഒരു വാഹനത്തിന്റെ മോഡൽ വരുന്നത്.
ഒരു അപ് ടു 90% ഒരു ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു വാഹനം സിംഗിൾ ഓൺഷിപ്പാണ്. സോ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. സിംഗിൾ ഓൺഷിപ്പിൽ 2016 Q3 1,00,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇന്റീരിയർ സൈഡൊക്കെ പക്ക നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ്. മേജറായ ആക്സിഡന്റ് റിപ്പേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം 10,90,000 രൂപ. ഒരു മെഴ്സീഡസ് ബെൻസിന്റെ CLA 200D ആണ്. വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഈ ഒരു വാഹനം 2017 മാനുഫാക്ചറിങ്ങും 18 രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. സോ ഈ ഒരു വാഹനത്തിന്റെ കിലോമീറ്റർ വെറും 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ്. സോ നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. നിലവിൽ ഡൽഹി രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പോൾ NOCയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 16,50,000 രൂപയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വാഹനം ബെസ്റ്റ് പ്രൈസ് ആണ്. കിലോമീറ്റർ ഓടിയിട്ടുള്ള മാരുതി സുസുക്കി സിയാസ് സീറ്റ 2018 ഇതിന്റെ മോഡൽ വരുന്നത്. വെറും 27,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ്. അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന വാഹനം. അഡീഷണൽ ആയിട്ട് ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ്, 4 ഫുൾ കട്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഏകദേശം നമുക്കൊരു 17-18 വരെ മൈലേജ് കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു കിഡ്ലം വാഹനം. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, 4 പവർ വിൻഡോസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മിറേഴ്സ്, ഡ്രൈവർ സൈഡ് സീറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അതേപോലെ തന്നെ നമുക്ക് പ്രൊജക്ടർ ലാംസ് കാര്യങ്ങളെല്ലാം വരുന്ന ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് 6,90,000. 2018 സിംഗിൾ ഓൺഷിപ്പ്, വെറും 27,000 കിലോമീറ്റർ. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളുള്ള ആളെ സംബന്ധിച്ച് ഒരു 10-60,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. ഡെയിലി യൂസിന് മൈലേജും കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ടാറ്റ നെക്സോൺ. അത് നമുക്ക് ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. സോ അത്യാവശ്യം നല്ല ഏകദേശം ഒരു 18-20 വരെ മൈലേജും എന്നാൽ മോഡൽ കൂടിയ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനം. 2018 മാനുഫാക്ചറിങ് 19 രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു വാഹനം നമുക്ക് വെറും 70,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് അത്യാവശ്യം കിട്ടുന്ന നല്ലൊരു ആഫ്റ്റർ മാർക്കറ്റ് അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർസോടെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റിയറിൽ AC വെന്റ്, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ കാര്യങ്ങൾ, അതേപോലെ ഡ്രൈവർ സൈഡ് സീറ്റ്, അഡ്ജസ്റ്റ്മെന്റ്, ഹെർമന്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം വന്നിട്ടുള്ള ഒരു കിഡ്ലം ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ട് വരും, നല്ല പെർഫോമൻസും. ഈ സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 5 സ്റ്റാർ റേറ്റിംഗ് അടക്കം വരുന്ന ഈ ഒരു വാഹനത്തിന് നമുക്ക് ചോദിക്കുന്നത് 6,80,000 രൂപ. ട്രാക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ഏകദേശം ഒരു 19,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കാം. അത് നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡ്ലം സെൽറ്റോസ്. അപ്പോൾ ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. 2022 മോഡല്, സിംഗിൾ ഓൺഷിപ്പിൽ HTK+. സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന വാഹനം. വെറും 50,000 കിലോമീറ്റർ IMT ഗിയർ ബോക്സ് ആണ്. സോ നമുക്ക് ഓട്ടോമാറ്റിക് പോലെ തന്നെ ക്ലച്ച്ലെസ് ആയിട്ട് ലേഡീസിന് വരെ കംഫർട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. റിയൽ AC വെന്റ്, ചാർജിങ് പോയിന്റ്സ്, നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതേപോലെ തന്നെ നമുക്ക് IMT ആണ് വരുന്നത്. കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. അതേപോലെ ഈവൻ കമ്പനി അലോയ്സ് അടക്കം വരുന്ന IMT ഗിയർ ബോക്സ് വരുന്ന ഒരു കിഡ്ലം വാഹനം. ഈ ഒരു വാഹനത്തിൽ നമ്മളൊരു ബെസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുന്നത് 12,20,000. ഏകദേശം ഒരു 1,00,000 താഴെയുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കുകയും ചെയ്യാം. ടാറ്റയിലെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ സഫാരി തന്നെയാണ്. അതും 7 സീറ്ററിൽ ഡീസലിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു കിഡ്ലം വാഹനം. വെറും 35,000 കിലോമീറ്റർ, 2022 മോഡല്, സിംഗിൾ ഓൺഷിപ്പ് വാഹനം. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന വാഹനം. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു അപ് ടു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം 7 സീറ്റർ ആണ്. ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഇന്ത്യ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫീച്ചറിസ്റ്റിക് ആണ് വാഹനം വരുന്നത്. മാനുവൽ ആണ്. 2022 പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അടക്കം വരുന്ന ഒരു വാഹനം. 14,90,000 രൂപ. ട്രാക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് മാക്സിമം ലോണ് ഏകദേശം 1 lakh ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് വാഹനം ഇറക്കാം. ചെറിയൊരു വാഹനത്തിന്റെ പ്രൈസിൽ ഒരു കിഡ്ലം ഒരു വാഹനം തന്നാൽ എങ്ങനെ ഉണ്ടാവും? അതായത് ഒരു ടൊയോട്ട കൊറോള ഓൾട്ടിസ് നെട്ടിക്കുന്ന ഒരു പ്രൈസിനാണ് നമുക്ക് തരാൻ പോകുന്നത്. 2014 G ഓപ്ഷന്, പെട്രോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. ഒരു പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പെട്രോളിൽ 1.8 വരുന്ന ഒരു അടിപൊളി വാഹനം. അപ്പോൾ ഇതിന്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 1,60,000 കിലോമീറ്റർ, 2014 മോഡൽ. NOCയിൽ നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് 4,40,000 രൂപയാണ്. 4,40,000 രൂപ. ഫ്രണ്ട്സ്, നമ്മളിന്ന് പോസ്റ്റിംഗിലായിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു.
സോ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഓണത്തിന് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം വിലക്കുറവിൽ മാക്സിമം നമുക്ക് ലാൻഡിങ് പ്രൈസിൽ തന്നെ വാഹനങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പോസ്റ്റ്ലിങ്കിന്റെ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം കാറുകൾ ബെസ്റ്റ് പ്രൈസിൽ സ്പെഷ്യൽ ഓണം ഓഫർ. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം ജില്ലയിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ വള്ളോമ്പ്രത്താണ്. അപ്പോൾ താല്പര്യമുള്ളവർ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകാരെ ആരെങ്കിലുമൊക്കെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ നിർദ്ദേശം കമന്റ് ചെയ്യുക, വേഗം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. ഇസ്മി റിയാസ് സൈനിങ്.